നീലോട്ടിന് എന്താ കഴിക്കുന്നത് നമുക്ക് നോക്കിയാലോ. മൂങ് ദാളും മസൂർ ദാളും ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ചോറിന്റെ കൂടെ അരച്ചെടുത്ത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ആഡ് ചെയ്ത് കുഞ്ഞിഡലി പാത്രം ഇല്ലാത്തത് കാരണം വലുതിൽ ഗീ ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് ആവി കയറ്റിയെടുക്കുക. ഇഡലി ഞാൻ ഉദ്ദേശിച്ചത്ര സോഫ്റ്റ് ആവാഞ്ഞത് കാരണം ഞാൻ ഒരു പഴം കൂടി മിക്സ് ചെയ്തിട്ടാണ് നീലോട്ടിന് തന്നെ കഴിക്കാൻ വെച്ചു കൊടുത്തത്. ഉച്ചത്തേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബനാന പാൻ കേക്ക് ഉണ്ടാക്കാം. മാഷ് ചെയ്ത പഴത്തിന്റെ കൂടെ ഒരു മുട്ട, കുറച്ച് നെയ്യ്. ഞാൻ ഓർഗാനിക് ഇന്ത്യയുടെ കൗഗിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തുറക്കുമ്പോൾ തന്നെ പണ്ട് അമ്മ വീട്ടിലുണ്ടാക്കിയ ആ നെയ്യിന്റെ മണമാണ്. ഇത് ടാറ്റയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ട്രസ്റ്റിന്റെ കാര്യം പറയേ വേണ്ട. അത് മാത്രമല്ല ഇത് വൺ ടൈം യൂസ് ചെയ്തവർക്ക് അറിയാം ഇത് എന്തുമാത്രം പ്യോറും ഒത്തന്റിക്കും ആണെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് ഓട്സ് ഫ്ലോറും സിന്നമൺ പൗഡറും കൂടി ഇട്ട് ബാറ്റർ ആക്കി പാനിലേക്ക് ഗീ ഒഴിച്ച് പാൻ കേക്ക്സ് ഉണ്ടാക്കി എടുക്കാവേ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബനാന പാൻ കേക്കിന് ഫിംഗർ ഷേപ്സിൽ കട്ട് ആക്കിയിട്ട് നീലോട്ടിന് നമുക്ക് തന്നെ കഴിക്കാൻ വെച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനിയും നിങ്ങൾക്ക് പല സാധനങ്ങളും ആഡ് ചെയ്യാം. നട്ട്സ് പൗഡർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റോ ബീട്രൂട്ടോ ബ്രൊക്കോളിയോ ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ കൊടുക്കുന്നതിൽ തന്നെ ഇങ്ങനെ പെറുക്കി കഴിക്കുന്ന കേട്ടോ നീലോട്ടിന് ഇഷ്ടം. ഇത് പലതവണ നീലോട്ടൻ അപ്രൂവ് ചെയ്തൊരു മീലാണ്. ഡിന്നറിന് പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ഒരു ഏത്തക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് പണ്ട് അമ്മ ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കി തന്നിരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ്. ഇതിൽ ഷുഗർ ആഡ് ചെയ്താണ് പണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഷുഗർ ഇല്ലാതാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം ഇതുപോലെ ഫിംഗർ ഷേപ്സിൽ ആഡ് ആക്കിയിട്ട് നെയ്യ് ഒഴിച്ച് അതിലെല്ലാ സൈഡും ഒന്ന് നമുക്ക് മറിച്ചിട്ടെടുക്കാം. പഴവും നെയ്യും കൂടെ റോസ്റ്റ് ആക്കുമ്പോഴത്തേക്കിനുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ എന്റെ ദൈവം, ഒരു രക്ഷ. ഇത് മിക്ക കുഞ്ഞുങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും. അവൻ കഴിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാനും 2-3 പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്.